പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ഹൗസ് ഫ്ലിപ്പർ. ഇന്ന് ഈ അണ്ണൻ നമ്മളെ കൊണ്ട് വീണ്ടും പണിയെടുപ്പിക്കും. പക്ഷെ എൻ്റെ പൊന്നെ, അല്ലാണ്ട് പിന്നെ പണിയെടുക്കണം. നീയും പിന്നെ പിഞ്ചാനും പണിയെടുക്കണം, എന്നാലേ പൈസ കിട്ടുള്ളൂ. ഇന്ന് പിന്നെ വലിയ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. നമുക്കിപ്പോൾ ഏതായാലും നോക്കി നോക്കാം. നമ്മുടെ ലാപ്ടോപ്പ് പിന്നെ ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് മെയിൽ വരും. നമുക്കിവിടെ 2 മെയിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ സെലക്ട് ചെയ്യാം. ഇതിലെന്തിട്ട് പറയണേ? ഇതിലെന്തോ പെയിന്റ് അടിക്കുന്ന കാര്യം പറയണേ. ആടെ പിഞ്ചാനെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പെയിൻറ് പണിയാ. എടാ ഷിൻചാനെ, പിഞ്ചാനെ, പെയിൻ്റ് അടിക്കാൻ തയ്യാറായിക്കോ. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല പെയിന്റ് അടിക്കാൻ. ഇതൊക്കെ വലിയ പണിയാ. എടാ ഷിൻചാനെ, ഇതൊന്നും വലിയ വിഷയമല്ല. ഇതൊക്കെ സുഖമായിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റും. നമുക്ക് ഈ വീട് മൊത്തം പെയിൻ്റ് അടിക്കണ. നമ്മളോട് വീട് മൊത്തം പെയിൻ്റ് അടിക്കാൻ പറഞ്ഞില്ല. ഏതൊരു റൂമാണ് നമുക്ക് പെയിൻ്റ് അടിക്കേണ്ടത്. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ റൂമുണ്ട്. നമുക്ക് ഈ കാണുന്ന റൂമിലാണ് പെയിൻ്റ് അടിക്കണ്ടേ. അതിനു മുൻപേ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട്. നമുക്കിത് റിപ്പയർ ചെയ്യണം. ഇതെന്തോ ഒരു പവർ ഔട്ട്ലെറ്റാ. ഇതിപ്പോൾ എങ്ങനെ റിപ്പയർ ചെയ്യുക? നമുക്കാദ്യം ഈ സ്ക്രൂ ഒക്കെ അയക്കണം. എന്നിട്ട് ഇതങ്ങ് പുറത്തേക്ക് എടുക്കുക. ഇവിടെ പിന്നെ വയറൊക്കെ വിട്ടുപോയേക്കുക. അത് നമുക്ക് ജോയിൻ്റ് ചെയ്യണം. ഇനി ഇതൊക്കെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അത്രയ്ക്കുള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, ആ പണി അങ്ങനെ കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് പെയിൻറ് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആരാ പെയിൻ്റ് അടിക്കാൻ പോണേ? ഷിൻചാനാണോ പിഞ്ചാനാണോ? ഇവിടെ ഇപ്പോൾ പിഞ്ചാൻ പെയിന്റ് അടിച്ചോളും. ഞാനാ? നീ പോയിട്ട് പെയിന്റ് അടിക്കടാ മടിയൻ. മടിയനാ? കഴിഞ്ഞ വീഡിയോയിലേ ഞാനാണ് കൂടുതൽ പണിയെടുത്തത്. ഇവൻ വലിയ കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല. ആടാ ഷിൻചാനെ, അത് ശരിയാ. കഴിഞ്ഞ പ്രാവശ്യം പിഞ്ചാൻ വലിയ കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല. എടാ പിഞ്ചാനെ, അപ്പോൾ ദേ ഈ കാണുന്ന റൂമില്ലേ, അതങ്ങ് പെയിൻ്റ് അടിച്ചോ. ഈ ഒരു റൂം മാത്രമുള്ളൂ. ഈ വീട് മൊത്തം പെയിൻ്റ് അടിക്കണ്ട. അണ്ണാ, ഇവിടെ ഏത് കളർ പെയിന്റ് അടിക്കണ്ടേ? നമുക്കിവിടെ ഈ കാണുന്ന കളറാണ് അടിക്കേണ്ടത്. ഇത് പിങ്ക് കളറാന്ന് തോന്നുന്നുണ്ട്. ഒരു ഡാർക്ക് പിങ്ക്. പിങ്കും പിന്നെ ഗ്രേയും. അപ്പോൾ നമുക്ക് പിങ്കും ഗ്രേയും കൂടി മിക്സ് ചെയ്യണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല. പിങ്കും ഗ്രേയും മിക്സ് ചെയ്യണ്ട. രണ്ടും സെപ്പറേറ്റ് അടിക്കുക. അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ നോക്കി നോക്കട്ടെ. എടാ ഷിൻചാനെ, നമുക്ക് ഇതേപോലെ ചെയ്യണ്ടേ? ഇങ്ങനെ തന്നെ ആയിരിക്കണം. അണ്ണാ, ഇതേപോലെയാവും. ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കാണാൻ ലുക്കൊക്കെ ഉണ്ട്. അല്ല, അണ്ണൻ എന്തിനാ പണിയെടുക്കണേ? പിഞ്ചാന കൊടുക്ക്, അവനെ കൊണ്ട് പണിയെടുപ്പിക്ക്. ആടാ ഷിൻചാനെ, അത് മറന്നു പോയി. എടാ പിഞ്ചാനെ, വന്ന് പെയിൻ്റ് അടിക്കടാ. എടാ ഷിൻചാനെ, നിനക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? എടാ, എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ല. പക്ഷെ എന്താണാവോ, എനിക്ക് നിന്നോട് പണിയെടുപ്പിക്കണം, അല്ലാണ്ട് എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അത് ശരി, അങ്ങനെയാണല്ലേ. ഇപ്പോൾ ശരിയാക്കരാം. ഈ പണി ഇപ്പോൾ പെട്ടെന്ന് കഴിയും. ഈ റോളർ വെച്ച് പെയിൻ്റ് അടിക്കാനേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ. ഇതൊക്കെ സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ പിങ്ക് കളർ പെയിൻറ് അടിച്ചേക്കാണ് കേട്ടാ. ഇവിടെ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമുക്ക് ഗ്രേ കളർ പെയിൻ്റ് അടിക്കാം. ഈ കോമ്പിനേഷനില്ലേ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞേക്കാണ് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ഷിൻചാൻ ചെയ്തോളൂ. ഓ വയ്യാണ്ടായി. എന്താടാ പിഞ്ചാനെ, ഒരു റൂം പെയിൻ്റ് അടിച്ചപ്പോഴേക്കും വയ്യാണ്ടായ? അല്ലാണ്ട് പിന്നെ എനിക്ക് വയ്യാണ്ടായി. ഇനി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ഷിൻചാനോട് ചെയ്യാൻ പറ. ഞാനിനി പണിയെടുക്കില്ലേ. എന്നാ ശരി, അടുത്ത പണി എന്തുട്ടാണാവോ? ഇവിടെ എന്തുട്ടാ പറയണേ? ബേബി ഓൺ ദ വേ എന്നാ. അണ്ണാ, ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഒരു ചെറിയ കുട്ടിയുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് ഒരു റൂം റെനോവേറ്റ് ചെയ്ത് കൊടുക്കണം. അതാ ചെയ്യണ്ടേ? ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. അത് നമ്മുടെ ഷിൻചാൻ ചെയ്തോളും. ഒരു മിനിറ്റ്, ഈ വീട്ടിലേക്ക് തന്നെയല്ല ഞാൻ നേരത്തെ വന്ന്? അല്ലല്ല, ഇത് കുറച്ച് വ്യത്യാസമുണ്ട്.
ഇവിടെ പിന്നെ ഫുള്ള് വേസ്റ്റാണ് കേട്ടാ. ഞാൻ തൽക്കാലം ഈ വേസ്റ്റൊക്കെ പറക്കാം. ഇവിടുത്തെ ക്ലീനിങ്ങും കൂടി ഞാൻ ചെയ്തോളാം. റെനോവേഷൻ്റെ പണി ഷിൻചാൻ ചെയ്യും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ഇരിക്കുന്നുണ്ട്, അതൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞേക്കാണ്. ഇനി നമുക്ക് ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യാം. അണ്ണാ, നമ്മളോട് ഈ വീട് ക്ലീൻ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ആ റൂം റെനോവേറ്റ് ചെയ്താൽ പോരെ? അതല്ലേ നമുക്ക് ചെയ്യണ്ടേ? എടാ പിഞ്ചാനെ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വേസ്റ്റ് പറക്കി ക്ലീൻ ചെയ്താലും നമുക്ക് ക്യാഷ് കിട്ടും, എക്സ്ട്രാ ക്യാഷ് കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് മൊത്തം ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ വീട് മൊത്തം ക്ലീൻ ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഈ റൂം അങ്ങ് റെനോവേറ്റ് ചെയ്യാം. അത് നമ്മുടെ ഷിൻചാൻ ചെയ്യും. കമോൺ ബേബി, ഓയാ. ഇവിടെ നമുക്ക് ആദ്യം പെയിൻ്റ് അടിക്കണം. ഈ റൂം മൊത്തം പെയിൻ്റ് അടിക്കണം. നമ്മൾ പിന്നെ പിങ്ക് കളർ പെയിൻ്റ് അടിക്കണേ. എടാ ഷിൻചാനെ, ഒന്ന് ഉഷാറായിട്ട് പെയിൻ്റ് അടിക്കി. ഇന്നലെ 10 പൊറോട്ട കയറ്റിയേക്കണ്, എന്നിട്ടും ഇവന് ഉഷാറില്ലാന്ന്. എടാ ഷിൻചാനെ, ഇത് ചെറിയൊരു റൂമാ, ഇതൊക്കെ പെട്ടെന്ന് കഴിയും. ആ അണ്ണാ, ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞേക്കാണ് കേട്ടാ. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഇല്ലേ, അതിവിടെ വെക്കണം. എന്തോ ബുക്ക് ഷെൽഫ് ഉണ്ട്, ബെഡ് ഉണ്ട്, ബീൻ ബാഗ് ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ വെക്കണ്ടേ? നമുക്കപ്പോൾ ഓരോന്നായിട്ട് ഓർഡർ ചെയ്യാം. എടാ ഷിൻചാനെ, എന്നിട്ട് ഓർഡർ ചെയ്യണ്ടേ? ഈ ബെഡാണോ? നമുക്ക് നീല കളർ മതി. അതാണെങ്കിൽ പിങ്ക് കളറായിട്ട് മാച്ച് ആവും. ഒരെണ്ണം വെച്ചാൽ പോരെ? ആ, ഒരെണ്ണം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞേ, ഈ ബുക്ക് ഷെൽഫാണോ? ഓക്കെ, അതും കൂടി മേടിച്ചേക്കാണ്. ഇത് പിന്നെ വൈറ്റ് കളർ മതി, ബ്ലൂ കളർ കിട്ടാലിയ. അതും കൂടി അങ്ങനെ വെച്ചേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു സാധനം മേടിക്കാം, ക്യാബിനറ്റ് വിത്ത് ചേഞ്ചിങ് ടേബിള്. അത് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് 2 ബീൻ ബാഗാ. ഒരെണ്ണം അവിടെയും പിന്നെ ഒരെണ്ണം ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം. 2 ബീൻ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കിത് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അതും കൂടി അങ്ങനെ കഴിഞ്ഞേക്കാണ്. ഇവിടുത്തെ പണി എങ്ങനെ കഴിഞ്ഞു? നമുക്ക് ഈ ഒരു റൂം മാത്രം റെനോവേറ്റ് ചെയ്യണ്ടോ? നമുക്കപ്പോൾ ഇവിടുന്ന് പോവാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഇന്നത്തെ പണി അങ്ങനെ കഴിഞ്ഞേക്കാണ് കേട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.